അപ്പോൾ ഇന്ന് ഞാൻ മുടി വളരാനുള്ള മറ്റൊരു ടിപ്പാണ് പറയുന്നത്. ഇത് നല്ലൊരു സൂപ്പർ ടിപ്പാണ്. ഈ ഒരു ടിപ്പ് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത് കത്രികയാണ്. അപ്പോൾ മുടി വളർത്താൻ താല്പര്യമുള്ള ഒരാളുടെ വീട്ടിൽ കത്രികയ്ക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ മുടി വെട്ടാനാണെന്ന് തന്നെ പറയേണ്ടി വരും. മുടി വെട്ടിയില്ലെങ്കിലും മുടി വളരും. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ മുടിയുടെ അറ്റം മുറിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇടതൂർന്ന മുടി വളർത്താൻ സാധിക്കും. പിന്നെ മുടി വെട്ടാതെ വളർത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മുടിയുടെ അറ്റം മുറിച്ച് കൊടുക്കുന്നത് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഇതുവഴി നമുക്ക് മുടിയിലുള്ള സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ അതാണ് ഏറ്റവും വലിയൊരു കാരണം. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും ഇല്ലാതെ ഒരു മുടി വളർത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും കൃത്യമായ ഇടവേളയിൽ തന്നെ മുടിയുടെ അറ്റം മുറിച്ച് കൊടുക്കണം. ഈ ഒരു കൃത്യമായ ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 2 മാസം കൂടുമ്പോഴൊക്കെ തന്നെ നമ്മളിങ്ങനെ മുടിയുടെ അറ്റം മുറിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിക്ക് ഇടതൂർന്ന മുടി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.